നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. തിരുനാവായ എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. വളവന്നൂർ വരമ്പനാലയ്ക്ക് സമീപം തയ്യിലപ്പടിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 16 പവൻ സ്വർണവും പണവും മോഷണം പോയി. റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്റെ ഭൂമിയിൽ നിന്ന് മാത്രം സ്ഥലമെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി സ്ഥലമുടമ രംഗത്ത്. NFBA തിരൂർ ഡിവിഷണൽ യൂണിറ്റിന്റെയും എഴുത്ത് തപാൽ കൂട്ടത്തിന്റെയും നേതൃത്വത്തിൽ കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു. പൂരപ്പുഴയിലെ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി ഒരു കൂട്ടം യുവാക്കൾ മാതൃകയായി. വിശദമായ വാർത്തകൾ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒളിമ്പിക് റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 ബൂത്തുകൾ വാരി വിതറുക. പ്രിയമുള്ളവരെ, അതിന് മുന്നോടിയായി മലപ്പുറത്ത് സംഘടിപ്പിച്ച ഒളിമ്പിക് റൺ MSP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ജില്ലയിലെ പ്രമുഖ കായിക താരങ്ങളും വിശിഷ്ട വ്യക്തികളും സ്കൂൾ മലപ്പുറം MSP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പടി സ്റ്റേഡിയം വരെയായിരുന്നു കൂട്ടയോട്ടം. മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളും വിശിഷ്ട വ്യക്തികളും കായിക താരങ്ങളും വിവിധ കായിക അസോസിയേഷൻ പ്രതിനിധികളും സ്പോർട്സ് ക്ലബ്ബുകളും കായിക പ്രേമികളും ട്രോമ കെയർ പ്രവർത്തകരും ഒളിമ്പിക് റണ്ണിൽ പങ്കുചേർന്നു. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക് റൺ സമാപന യോഗം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ P ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം A ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K മനോഹരകുമാർ, C സുരേഷ്, P ഹൃഷികേഷ് കുമാർ, KA നാസർ, കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ VP സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച കായിക ഡയറക്ടർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ VP സക്കീർ ഹുസൈനെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് U തിലകൻ സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR അർജുൻ നന്ദിയും പറഞ്ഞു. ഒളിമ്പിക് റണ്ണിന് സമാപനം കുറിച്ചുകൊണ്ട് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ പ്രതീകാത്മക ഫുട്ബോൾ സൗഹൃദ മത്സരവും നടന്നു. വെട്ടം ന്യൂസ്, മലപ്പുറം. തിരുനാവായ എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. റോഡിന്റെ ചില ഭാഗങ്ങളിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡ് വർഷങ്ങളായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താതെ ശോചനീയാവസ്ഥയിലായിരിക്കുന്നത് വാഹനങ്ങളും വിദ്യാർത്ഥികളും ഈ റോഡിൽ യാത്ര ചെയ്യാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുവെന്നും അധികാരികൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് യാത്രായോഗ്യമാക്കണമെന്നും എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകൻ നൌഫൽ ഷാ പറഞ്ഞു. എടക്കുളം തെക്കേ അങ്ങാടിയിൽ നിന്നും കള്ളക്കാട്ടുകുണ്ട് വഴിയിലേക്ക് പോകുന്ന റോഡാണത്.
ഈ റോഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 40ഓളം ആളുകളാണ് താമസിക്കുന്നത്. ഇതിൻ്റെ അവസ്ഥയാണത്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നിറയെ വെള്ളമാണ്. ഒരു ബൈക്കിന് പോലും യാത്ര ചെയ്യാൻ പറ്റും. നടക്കുന്ന കാര്യം പോട്ടെ, നമ്മൾ ബൈക്കിനോ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത്. ഇതിൽ നിരവധി കുട്ടികൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്നതാണ്. അവർക്കൊക്കെ ഈ റോഡ് ഈ കെടുത്തം കാരണം പ്രയാസത്തിലാണ്. എത്ര കാലങ്ങൾ വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് അധികാരികളിൽ നിന്ന് കണ്ടുറന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരികയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. CP നാസർ, കുഞ്ഞിപ്പ, ഉബൈദ്, അബ്ദുൾ അസീസ് കളിയാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വെട്ടം ന്യൂസ്, തിരുനാവായ. വളവന്നൂർ വരമ്പനാലയ്ക്ക് സമീപം തയ്യിലപ്പടിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 16 പവൻ സ്വർണവും പണവും മോഷണം പോയി. കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് ശനിയാഴ്ച മോഷണം നടന്നത്. വീടിന്റെ പിൻവശത്തെ ഗ്രിൽസ് തകർത്ത് അകത്ത് കയറി കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് കവർച്ച നടത്തിയത്. ബഷീറും ഭാര്യ സുബൈദയും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയതായിരുന്നു. മകളും മരുമകനും ഇടയ്ക്ക് ഈ വീട്ടിൽ താമസിക്കാറുണ്ട്. എന്നാൽ ശനിയാഴ്ച വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ ലൈറ്റ് അണയ്ക്കാൻ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. താഴത്തെയും മുകളിലത്തെയും 2 അലമാരകളും തകർത്ത് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. കൽപ്പകഞ്ചേരി SHO കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ മോഷണം നടന്ന വീടിന് സമീപത്ത് സംശയാസ്പദമായി നിർത്തിയിട്ട ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടം ന്യൂസ്, വളവന്നൂർ. താനൂർ നഗരസഭയുടെ 41ാം ഡിവിഷനിൽ ഉൾപ്പെട്ട ചിറക്കൽ വെള്ളത്തൂർ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്റെ ഭൂമിയിൽ നിന്ന് മാത്രം സ്ഥലമെടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി സ്ഥല ഉടമ രംഗത്ത്. ചിറക്കൽ കലങ്ങൽ ചന്ദ്രികയാണ് ഇത് സംബന്ധിച്ച ആരോപണവുമായി താനൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത്. നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഈ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭൂ ഉടമകളായ ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണെന്നും ഇവർ ആരോപിച്ചു. വെള്ളത്തൂർ റോഡിന്റെ അവസാന ഭാഗത്ത് തങ്ങൾക്ക് കുടിക്കിടപ്പായി കിട്ടിയ 6 അവകാശികളുള്ള 10 സെന്റ് ഭൂമിയിലെ തെക്ക് ഭാഗത്തെ അതിർത്തിയിലൂടെയാണ് അയൽവാസിയും താനൂർ നഗരസഭയിലെ 42ാം ഡിവിഷൻ BJP കൗൺസിലറുമായ ഗീതയും കുടുംബവും വഴി നടക്കുന്നതെന്നും എന്നാൽ ഇതിന്റെ മറവിൽ 13 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് വാഹന സൗകര്യത്തിനായി ഇവർ അതിർത്തി പൊളിച്ചു നീക്കുകയായിരുന്നുവെന്നുമാണ് ചന്ദ്രികയും കുടുംബവും ആരോപിക്കുന്നത്. ആ 15ാം വാർഡിലെ SC-ക്കാരെ അറിയണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. പിന്നെ ഞാൻ അതിന് കംപ്ലൈന്റിന് പോയില്ല, ഇതിനും പോയിട്ടില്ല. കാരണം ഇതിന് പിന്നെ ഓരോ കേസ് കൊടുക്കുക. അപ്പോൾ എന്നോട് പോലീസ് സ്റ്റേഷനിൽ ഒരു ആൾ പറഞ്ഞു, അതിൽ ഇവർ 3 ആൾ കൊടുത്തില്ല, ഒരു കുട്ടി ഒരു പാവം കുട്ടിയാണ് ചേച്ചിയെ, നിങ്ങൾ അത് ചെയ്യരുത്, വെച്ച് കൊടുക്കുമ്പോൾ അത് ആ കുട്ടി ഒരു പാവല്ലേ, ആ കുട്ടി ഇതൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ കേസിന് പോയാൽ പിന്നാലെ പോകണം, ഓരും പോകണം, നമ്മളും പോകണം, ഇതാക്കട്ടെ. ഈ കേസായിട്ട് പോയാൽ എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ പൈസ നമ്മളിങ്ങനെ കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നങ്ങൾ. നമുക്ക് വേറെ അവിടെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടേ അവിടെ. അവസാനം ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്താ, എന്നെ കൊന്നിട്ട് നിങ്ങൾ അവിടെ റോഡ് വെട്ടുമെന്ന് പറഞ്ഞ്. ഇതിലങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നെ കൊന്ന് ഒരു റോഡ് വെട്ടുന്നു. അത് ശരിയാണ്. എന്തായാലും നമ്മൾ ഓരും വിളിക്കും. കാരണം നമ്മൾ എന്ത് വിളിച്ചാലും ഒരു പത്രസമ്മേളനം നടത്തും. നമ്മൾ സത്യമാണ് പറയുന്നത്. നമ്മളെ ഭാഗത്ത് ക്ലിയർ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമ്മൾ വിളിച്ചാൽ വരാനും ആധാരം തയ്യാറാക്കാനും നമ്മൾ തയ്യാറാണ്. ഓരോ ആധാരത്തിന് വഴി ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. ഒരു വഴിയില്ലാത്ത ആധാരത്തിൽ ഒരു വഴി നടന്നു പോകാൻ അനുവാദം കൊടുത്തതിന് ഇത്രയും ക്രൂരത ഞങ്ങൾ ചെയ്യണോ? അത് മാന്യത ചെയ്യാം. റോഡ് വേണം എല്ലാവർക്കും. ഈ കൗൺസിലർ വന്നതിന്റെ ശേഷമാണ് അവിടെ പൊളി നടക്കുന്നതും എല്ലാതും ഉള്ളത്. ഞങ്ങൾ ഉപദ്രവിക്കുന്നത് കാരണം അത്ര രീതിക്ക് ഞാൻ അവരോട് ഇത് ഉണ്ടായിട്ട് പറയല്ല. അതിന് ശേഷം ആകുമ്പോൾ നമുക്ക് ആ കൗൺസിലറോടെ പറയാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ കൗൺസിലർ വന്നപ്പോൾ പറഞ്ഞ് ആരെന്ത് ചെയ്താലും കൗൺസിലറുടെ പേരേ പറയുള്ളൂ, നിങ്ങളെ പേരിലാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. കാരണം കൗൺസിലറും ഗീത അവിടെ ഗീതന്റെ വീട്ടിൽ കൗൺസിലർ വരുന്നത് ഞങ്ങൾ കാണുന്നത്, ഇതിനെല്ലാറ്റിനും വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഓരോ മെമ്പർമാരാണ്, ഓരോ വീട്ടിൽ പലരും വരുന്നുണ്ട്. ഭയങ്കര ദ്രോഹമുണ്ട് ഞങ്ങൾക്ക്. ഗീതന്റെ വീട്ടിലുള്ള അവരെ കൊണ്ട് ദ്രോഹം ഇതാണ്. പോകുമ്പോ നിങ്ങൾ ആരാണ്, ഇത് ഞങ്ങൾ റോഡല്ലേ, നിങ്ങൾ ആരാ അത് പറയാ ചെയ്യൂ എന്നും കല്ലെടുത്തുകൊണ്ട് മാറ്റുക പോകുമ്പോ. അത്ര അധികാരത്തിലാണ് അവരെ കൊണ്ടൊന്ന് നിർത്തിയിട്ട് പറയുന്നത്. മുനിസിപ്പാലിറ്റിന്റെ പേരിൽ കേസ് എടുക്കല്ലേ. അവിടെ സ്റ്റേ ഓർഡർ ഉണ്ട് മുനിസിപ്പാലിറ്റിയില്. മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് ഇവർ തൊടാൻ പാടില്ല. അവിടെ മുനിസിപ്പാലിറ്റിന്റെ സ്റ്റേ ഉണ്ട് ഞങ്ങളെ കയ്യില്. മുനിസിപ്പാലിറ്റിയോട് അവിടെ തൊടരുതെന്ന് പറഞ്ഞിട്ട് സ്റ്റേ ഉണ്ട്, കേസ് കഴിയണോ. നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഈ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭൂ ഉടമകളായ ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണെന്നും വില്ലേജ് രേഖകളിൽ വന്ന തെറ്റായ വിവരങ്ങൾക്കെതിരെ തങ്ങൾ ലാൻഡ് ട്രൈബ്യൂണൽ ബോർഡ് അടക്കമുള്ളവയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഭൂ ഉടമകൾ പറയുന്നത്. ഈ വിഷയത്തിൽ 13 വർഷത്തോളമായി കടുത്ത മാനസിക പീഡനം അനുഭവിച്ചു വരികയാണെന്നും ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുമാണ് ഇവർ പറയുന്നത്. പ്രദേശത്തെ കൗൺസിലർമാരടക്കമുള്ള ഉന്നതരുടെ പിന്തുണയോടെ മതിൽ പൊളിക്കാൻ രാത്രിയിൽ ആയുധങ്ങളുമായി വന്നവർ തങ്ങളെ ശാരീരികമായി ആക്രമിക്കാനും സാധ്യതയുണ്ടെന്നും ഭയന്നാണ്
ജീവിക്കുന്നതെന്നും ഇവർ താനൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വാർത്താ സമ്മേളനത്തിൽ ലീല കല്ലിങ്ങൽ, ചന്ദ്രിക കല്ലിങ്ങൽ, നിഷ കിഴക്കുംപാട്ട്, വി ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. NFBA തിരൂർ ഡിവിഷണൽ യൂണിറ്റിന്റെയും എഴുത്ത് തപാൽ കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും എഴുത്തുത്സവം എന്ന പേരിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളുടെയും സാംസ്കാരിക കലാപരിപാടികളും നടന്നു. സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ കോട്ടക്കൽ മുരളി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അടുത്ത വർഷം എഴുത്തുത്സവം വിളിച്ചാൽ ഈ ഇപ്പോൾ അവിടെ ഇരിക്കുന്നവരും കൂടെ ഇവിടെ മുന്നിലിരിക്കാൻ ഉണ്ടാകുന്നതാണ്. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കെട്ടുറപ്പും ശക്തിയും കരുത്തുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു സർവീസ് സംഘടന എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളുകളുടെ മനസ്സിൽ തട്ടാൻ, മനസ്സിൽ തൊടാൻ, അവരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ ചില ഇൻപുട്ടുകൾ, എന്തൊക്കെയോ ചില സംഗതികൾ, എന്തൊക്കെയോ ചില മാന്ത്രികതകൾ ഈ സംഘടനയ്ക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലത്തെ മഴ ഞാൻ തന്നെ. തിരൂർ GMUP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ കോട്ടക്കൽ മുരളി ഉദ്ഘാടനം ചെയ്തു. NFBA സംസ്ഥാന കൺവീനർ PK മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. VKT വിനോദ് കുമാർ രചിച്ച നൊണയൻ എന്ന പുസ്തകത്തെ സുമേഷ് നിഹാരിക പരിചയപ്പെടുത്തി. തുടർന്ന് വിരമിച്ച ജീവനക്കാർക്കുള്ള ഉപഹാര സമർപ്പണം, മികച്ച വിദ്യാർത്ഥികൾക്കുള്ള P രവീന്ദ്രൻ വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം, PK മുരളീധരന് സ്വീകരണം, മികച്ച കലാകായിക പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടന്നു. MK സനൂപ്, NP അബ്ദുൾ ഖാദർ, PV സുധീർ, CP ബഷീർ, C ദാമോദരൻ, TP പരമേശ്വരൻ, KV ഷീജ, കല്യാണിക്കുട്ടി, വിജയൻ വാക്കേത്ത് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികൾക്ക് സതീശൻ പനച്ചിക്കൽ, V മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. VKTV വിനോദ് കുമാർ സ്വാഗതവും പ്രദീപ് കന്മനം നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. താനൂർ പൂരപ്പുഴയിലെ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി ഒരു കൂട്ടം യുവാക്കൾ മാതൃകയായി. പുനർജനി പൂരപ്പുഴയുടെ പ്രവർത്തകരാണ് ജനകീയ കൂട്ടായ്മയിൽ നേതൃത്വം നൽകിയത്. പുനർജനി പൂരപ്പുഴയുടെ പ്രവർത്തകരാണ് ജനകീയ കൂട്ടായ്മയിൽ വീട് നിർമ്മാണത്തിന് ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. പുനർജനി പ്രസിഡന്റ് P ദീപക്, സെക്രട്ടറി KT ആകാശ്, K അജീഷ് തുടങ്ങിയവരാണ് മാതൃക പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വെട്ടം ന്യൂസ്, താനൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.